മലപ്പുറം വെളിയംകോട് ആളുമാറി അറസ്റ്റ്. ഭാര്യയുടെ പരാതിയിൽ വടക്കേപ്പുറത്ത് അബൂബക്കറിന് പകരം ജയിലിലായത് വെളിയംകോട് സ്വദേശി ആലുങ്ങൽ അബൂബക്കറാണ്. കോടതി വിധിക്ക് പിന്നാലെ നടന്ന അറസ്റ്റിലാണ് പോലീസിന് പിഴവ് സംഭവിച്ചത്. അരുൺ അമൃതനാഥ് ഉണ്ട് വിവരങ്ങളുമായി. അരുൺ, ഇതെന്താണ് സംഭവം? എങ്ങനെയാണ് ഈ ആളുമാറിയുള്ള അറസ്റ്റ് ഉണ്ടായത്? എപ്പോഴാണ് പോലീസിന് മനസ്സിലാവുന്നത് ആള് മാറിയെന്ന കാര്യമൊക്കെ? സന്ധ്യ, ആകെ മൊത്തം ആശയക്കുഴപ്പമാണ് പോലീസിന് ഉണ്ടായത്. വലിയൊരു വീഴ്ച തന്നെ സംഭവിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ തിങ്കളാഴ്ചയാണ് വെളിയങ്കോട് സ്വദേശിയായ ആലുങ്ങൽ അബൂബക്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അബൂബക്കറിനെ കണ്ട് അബൂബക്കറിന്റെ വീട്ടിലെത്തി പോലീസ് ചോദിച്ചു, അബൂബക്കറിന്റെ പേരിൽ ഭാര്യ പരാതി നൽകിയിട്ടുണ്ടോ, അങ്ങനെ ഒരു കേസുണ്ടോ എന്നായിരുന്നു. അപ്പോൾ ഈ ആലുങ്ങൽ അബൂബക്കറിനെതിരെ ഒരു സ്വർണവുമായി ബന്ധപ്പെട്ട കേസിൽ ഭാര്യ പരാതി നൽകിയിരുന്നു. അതിന് തുടർ നടപടികളൊന്നും അതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണെന്ന് കരുതി അബൂബക്കർ സമ്മതിച്ചു. നേരെ അബൂബക്കറിനെ കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ ഈ കേസിൽ 4 ലക്ഷം രൂപ പിഴ അടയ്ക്കാൻ പറഞ്ഞു. പൈസ ഇല്ലെന്ന് പറഞ്ഞതോടെ തടവിലാക്കുകയുമായിരുന്നു ഉണ്ടായത്. യഥാർത്ഥത്തിൽ മറ്റേ പ്രതിയായ അബൂബക്കറിന്റെ പേരിൽ ഉണ്ടായിരുന്ന കേസ് സ്ത്രീധന വിഷയവുമായി ബന്ധപ്പെട്ട കേസായിരുന്നു. വടക്കേപ്പുറത്ത് അബൂബക്കറാണ്. ഇവരുടെ രണ്ടുപേരുടെയും പിതാവിന്റെ പേര് മുഹമ്മദ് എന്ന് കൂടിയായിരുന്നു. അങ്ങനെ വടക്കേപ്പുറത്ത് അബൂബക്കറിനെതിരെ ഭാര്യ നൽകിയ കേസിന്റെ വിധിയാണ് 2020 നടന്ന കേസിന്റെ വിധി ആണ് ഈ ഒരു അറസ്റ്റ് നടപടി ഉണ്ടായിരിക്കുന്നത്. അബൂബക്കറിനെ അറസ്റ്റ് ചെയ്യാൻ വിധിച്ചത് 4 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ 6 മാസം തടവ് എന്ന് വിധിച്ചത്. അങ്ങനെ ആള് മാറി ഈ ആലുങ്ങൽ അബൂബക്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഇന്ന് ആണ് ഈ രേഖകൾ ഉൾപ്പെടെ ഇത് ആലുങ്ങൽ അബൂബക്കറാണ്, ഇയാൾ കേസിലെ പ്രതിയല്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ ബന്ധുക്കൾ ഹാജരാക്കിയതോടെയാണ് ഈ അബൂബക്കറിനെ എന്തായാലും വിട്ടയച്ചത്. പോലീസിന് വലിയൊരു പിഴവ് തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സന്ധ്യ. ശരി അരുൺ, എന്തായാലും വലിയൊരു വീഴ്ചയാണ്. യഥാർത്ഥ പ്രതി ഇപ്പോഴും വിദേശത്താണെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആ പ്രതിയെ അറസ്റ്റ് ചെയ്യട്ടെ എത്രയും പെട്ടെന്ന് പോലീസ്. അരുൺ അമൃതനാഥാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.